നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ഒരു ലൈവ് അപ്ഡേറ്റ് വീഡിയോ ആണ്. കുറച്ച് മുന്നേ നടന്നിട്ടുള്ള ഒരു സംഭവം അല്ലെ ഇത്? ജസ്റ്റ് ഒരു അടിപിടി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി, നല്ല സ്റ്റാൻഡേർഡ് ഉള്ള ക്വാളിറ്റി ഉള്ള ബിഗ് ബോസിനെ ഇതുപോലെ തന്നെ അടിപൊളിയാണ് കേട്ടോ. അത് നമ്മൾ എന്താണെന്നറിയാം, സാധാരണഗതിയിൽ അടിപിടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുണ്ടാവുന്ന അടിപിടിയല്ല. നമ്മൾ പല കഴിഞ്ഞ സീസണിലൊക്കെ ഇനീഷ്യലി രതീഷൊക്കെ കിടന്ന് കാണിച്ചു കൂട്ടിയത് എന്താ വെച്ചാൽ അടിപിടി ഉണ്ടാക്കാൻ വേണ്ടി, കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അടിപിടി ഉണ്ടാക്കണേ. പക്ഷെ അങ്ങനെയാണ് അനീഷ് കേട്ടോ, ആ ഒരു ടൈപ്പാണ്. എനിക്ക് അങ്ങനെ തോന്നി. കണ്ടന്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഗെയിമാണ്, അങ്ങനെയൊക്കെ വേണം. അങ്ങനെയുള്ളവരൊക്കെ സംഭവം എന്താ വെച്ചാൽ എന്റെ ഒറ്റപ്പെടൽ തന്നെയാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ. എല്ലാ പ്രാവശ്യവും നമ്മൾ കാണുന്ന ഒരു 4-5 സീസൺ മുന്നേ നമ്മൾ കണ്ടിട്ടുള്ള രീതിയിലുള്ള ഒറ്റപ്പെടൽ സ്ട്രാറ്റജി തന്നെയാണ്. പക്ഷെ അതിനനുസരിച്ച് ബാക്കിയുള്ള കോമരങ്ങൾ ബിഗ് ബോസിന്റെ ഉള്ളിൽ നിന്ന് തുള്ളിക്കഴിഞ്ഞാൽ ഓൻ കയറി സ്റ്റാറാവും, അതിൻ്റെ ഉള്ളിൽ മുന്നോട്ട് പോകും. ആൾക്കാരെ വെറുപ്പിച്ചിട്ടാണെന്നുണ്ടെങ്കിലും ഇവൻ അതിൻ്റെ ഉള്ളിൽ സ്ഥിരമായിട്ട് നിൽക്കും. അല്ല ഇത് എന്താണ് എല്ലാവർക്കും ഈ നെഗറ്റീവ് ഗെയിം ഇഷ്ടപ്പെടില്ല. അതൊരു ചില നെഗറ്റീവ് ഗെയിം അത്ര ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ല. എനിക്കൊക്കെ ചിലപ്പോ തോന്നുന്നു എനിക്ക് നെഗറ്റീവ് ഗെയിം കളിക്കണം എന്നൊരു തോന്നാറുണ്ട്. ഇന്നിപ്പോ ഉണ്ടായത് എന്താന്ന് വെച്ചാല് ഒരു നോമിനേഷന്റെ കഴിഞ്ഞതിന്റെ ഒരു റിസൾട്ടാണ് ഇപ്പൊ അത്. സത്യം പറഞ്ഞാൽ ഞാൻ നോമിനേഷന്റെ ഒരു സംഗതി പറയാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു. 2-3 കാര്യം ഈ രേണുസുതി എന്ന് പറഞ്ഞു മടുത്തു. കാരണം രേണുസുതി അല്ല ബിഗ് ബോസ്. ബിഗ് ബോസിൽ രേണുസുതി ഒരു തേങ്ങാപ്പുണ്ണാക്കോ ഇതുവരെ ഒന്നും കാണിച്ചിട്ടില്ലല്ലോ, ഒന്നും ഇല്ലാണ്ടിരിക്കും. അപ്പൊ അതുകൊണ്ട് രേണുസുതി അല്ല ബിഗ് ബോസ്. ബിഗ് ബോസ് റിവ്യൂ ചെയ്യാം എന്നുള്ള കണ്ടീഷനിൽ ബുക്കും പേപ്പറും ഒക്കെ എടുത്തിട്ട് നോമിനേഷന്റെ കാര്യങ്ങൾ എഴുതി വെക്കായിരുന്നു ഞാൻ. ഇത് കഴിഞ്ഞ് നോമിനേഷൻ കഴിഞ്ഞോടുകൂടിയാണ് ഈ അടി പൊട്ടിയത്. സംഭവം എന്താണെന്ന് വെച്ചാൽ നോമിനേഷന്റെ സമയത്ത് അതുവരെ മര്യാദയ്ക്ക് ഇരുന്ന് രേണു പെട്ടെന്ന് കിടന്നു. തലവേദനയാണ് പറഞ്ഞിട്ട് ആരെ മടിയിൽ തലച്ചേറില്ല, ആരെ മടിയിൽ തലച്ച് കിടന്നു. ഇത് കഴിഞ്ഞ ശേഷം നോമിനേഷൻ്റെ പരിപാടികൾ കഴിഞ്ഞ ഉടനെ നോമിനേഷൻ കഴിഞ്ഞപ്പോൾ രേണു നോർമലായിട്ട് എണീറ്റ് നടക്കാൻ തുടങ്ങി. ഇതെല്ലാം ശ്രദ്ധിച്ചത് അപ്പാണിയാണ്. അപ്പാണി ശരത്ത് ഈ പരിപാടികൾ കംപ്ലീറ്റ് ശ്രദ്ധിച്ചു. അപ്പാനിയാണ് ഈ പരിപാടി തുടങ്ങിയത്. അപ്പാനി അത്യാവശ്യം നല്ല രീതിയിൽ റേസായി ചൂടായി. അതേ സെറ്റപ്പ് ഉള്ളവനാണ് മറ്റേ ചങ്ങാതി. എന്താണ് അഭിലാഷ് പിന്നെ സൗണ്ടിന് ഇത് അങ്ങനെ ഇങ്ങനെ വല്ലാണ്ട് പെട്ടെന്ന് ഇങ്ങനെ ചൂടാവുന്നത് നല്ലതാവില്ല ബിഗ് ബോസിൽ. അത് ഞാൻ ബിഗ് ബോസ് ഇങ്ങനെ എല്ലാതും കാണുന്ന ഞാൻ നമുക്കറിയില്ല. കൺട്രോൾ വേണം, എന്തിനും ഒരു കൺട്രോൾ, ഒരു തുള്ളി കൺട്രോൾ വേണം. ഇത് ചില ആൾക്കാർ അങ്ങനെ ഉണ്ട്. ചില ആൾക്കാർക്ക് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യാനും സംസാരിക്കാനും പറ്റും. പക്ഷെ ഒരിക്കലും അവർ ആ നെക്സ്റ്റ് സ്റ്റേജിലേക്ക് പോയില്ല. അങ്ങനത്തെ ആൾക്കാരുണ്ട്. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എത്ര ആയി കഴിഞ്ഞാലും ഒച്ചയുള്ളി ഉണ്ടായി കഴിഞ്ഞാലും അവർക്ക് ആ സ്റ്റേജിലേക്ക് പോവില്ല. അങ്ങനത്തെ കുറച്ച് ടീം എനിക്ക് സംശയം ആ ഒരു ടൈപ്പാണെന്നുള്ള കേട്ടോ. ഇതെന്താ പറയാൻ കാരണം അറിയോ? ഇത് ഇന്ന് ഞാൻ റിയാക്ഷൻ വീഡിയോ പോകുമ്പോഴോട് പറയാനുള്ള വെച്ചാൽ, അതായത് ഇപ്പം രേണു പോട്ടെ ഏതെങ്കിലും മനുഷ്യന് തലവേദന ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് എന്താ ഉണ്ടാവുക? ഇതോ നമുക്ക് കൂടുതൽ സംസാരിക്കാൻ പറ്റുമോ? നമ്മൾ ഉണ്ടായിരിക്കുമോ? ഇല്ല, പോയി കിടക്കും കുറച്ചു നേരം അല്ലേ? നമുക്കൊരു നല്ല തലവേദനിച്ചിരിക്കുന്നത്, ഇപ്പം എന്നോട് നല്ല രീതിയിൽ തലവേദനിച്ചിരിക്കുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ ആരെങ്കിലും വന്നിങ്ങനെ ഒച്ചയോടെ ഉണ്ടാക്കുകയാണെങ്കിൽ മിണ്ടാതെ ഇപ്പം നമ്മൾ തമ്മിലൊക്കെ പലപ്പോഴും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ തലവേദനയാണെങ്കിൽ രണ്ടാളും എന്താ ചെയ്യുക? തലയിൽ കൈ വെച്ച് മിണ്ടാതെ ഒരു ഭാഗത്ത് പോയി ഇരിക്കല്ലേ ചെയ്യുള്ളൂ. അവിടെ കിടന്ന് അലറോ? ഇല്ല. നിങ്ങളുടെ അഭിപ്രായം? സംഗതി ഒന്നുമില്ല, സംഭവം ഉറക്കം വന്നു. ഏകദേശം എനിക്ക് കണ്ടപ്പോൾ മനസ്സിലായി. നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തു. എല്ലാവർക്കും ഉറക്കം ഉണ്ട്. പല ആൾക്കാരും കിടന്നുറങ്ങിയിട്ടുണ്ട്. ആ പട്ടി ഉരക്കലിന്റെ പ്രാവശ്യം പട്ടി ഉരക്കലില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ അനീഷ അതിനൊരു കാര്യം പറഞ്ഞു. അതായത് പിന്നെ പട്ടിയില്ല നീ കണക്കാക്കണ്ട, ഇപ്പൊ കുരക്കില്ല എന്ന് കണക്കാക്കണ്ട. പിന്നെ എന്തൊരു പട്ടീനെ ആരോ എല്ലാവരും കൂടി കിട്ടുണ്ടാവും ബിഗ് ബോസിന്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞു. അപ്പൊ ആരൊരാൾ പറഞ്ഞു അത് നീ വെറുതെ ബിഗ് ബോസിന് സിഗ്നൽ കൊടുത്തല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയൊരു സംസാരമൊക്കെ ഉണ്ടായി. അനീഷ് ക്യാപ്റ്റനാണല്ലോ, അവൻ്റെ സ്ട്രാറ്റജി എന്താണെന്നുള്ള ഒരു വിധം നമുക്ക് മനസ്സിലായി. അതിൻ്റെ ഉള്ളിലുള്ള ആൾക്കാർക്കും വളരെ കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ട്. രേണുവിൻ്റെ തലവേദനയിലാണ് ഇഷ്യൂ തുടങ്ങിയത്. രേണു തലവേദനിച്ച് കിടന്നു. പക്ഷെ അതേ സമയത്ത് തന്നെ അപ്പാണീൻ്റെ അടുത്തിരിക്കുന്ന മറ്റേ ഷാനവാസിനും തലവേദന ഉണ്ടായിരുന്നു. പക്ഷെ ഷാനവാസ് ആദ്യം അത് ക്യാപ്റ്റനോട് പറഞ്ഞിട്ടില്ല. രേണുവിന്റെ കേസ് രേണുവും പറഞ്ഞിട്ടല്ല. രേണു അവിടെ കിടക്കണ കണ്ട സമയത്ത് എന്താണെന്ന് ചോദിച്ചു. പറയുന്നു. പക്ഷെ ഇവൻ ചിലപ്പോൾ കേട്ടിട്ടില്ലാന്ന് നമ്മൾ വിചാരിക്കാം. ഇനി അത് കേട്ടിട്ടില്ല എന്നുള്ളതിനെ വിചാരിക്കാം. പക്ഷെ രണ്ടാമത് വേറെ ഇൻസിഡന്റ് ഉണ്ടായി. അപ്പൊ ഇവള് തലവേദനിച്ചിട്ട് ഇവിടെ കിടക്കാന്ന് പറഞ്ഞു. തലവേദനയുടെ ഈ ഒരു പരിപാടി നോമിനേഷൻ കഴിഞ്ഞോടുകൂടി പയറുമണി മാതിരി ഇവള് രേണു എണീറ്റ് നടന്നപ്പോൾ ഇത് എല്ലാ പരിപാടികളും ഈ ചങ്ങായി അപ്പാനി ശരത്ത് ശ്രദ്ധിച്ചിരുന്നു. ഇവൻ പുറകെ പോയി ചോദിച്ചു. ഇവനും മറ്റേ പാട്ടുകാരന്റെ പേര് ഞാൻ മറന്നു. പാട്ടുകാരൻ അക്ബറും
അഭിലാഷ് അബിയും കൂടി ഇവർ 3 പേരും കൂടി സംസാരിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ എന്ന് ചോദിച്ചിട്ട് പോയി ചോദിച്ചു. സ്വാഭാവികമായിട്ടും തലവേദന വല്ലാണ്ട് വയ്യാണ്ട് കിടക്കുന്ന ഒരു മനുഷ്യനോട് കയറി ചോദിക്കുന്ന സമയത്ത് എന്താ പറയുക, എനിക്ക് വയ്യട്ടോ സംസാരിക്കുക, തലവേദനയാണ്, ഞാൻ ഉണ്ടായി പോയി കിടക്കട്ടെ എന്നല്ലേ ഒരു വ്യക്തി പറയുക. അവിടെ എന്ത് വേണ്ടിയിട്ട് അതിന് ഇത് കിടന്ന് രേണു കിടന്ന് അല്ല അവര് ചോദിച്ചത് സ്ട്രോങ് ആയിട്ട് എനിക്ക് വയ്യാന്നല്ലേ പറയുള്ളൂ. ശരിക്കും തലവേദന ശരിക്കും ശരിക്കും തലവേദന ഉണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഓരോരുത്തരുടെ ക്യാരക്ടറാണോ അറിയില്ല. പോയി പണി നോക്ക്, എനിക്ക് വയ്യ, എന്നോട് സംസാരിക്കാതിരിക്കും പോന്ന് പറയും. ഇനി അങ്ങനെ അലറിന്ന് വിചാരിക്കും ഒരാള്, തലവേദന അലറിന്ന് വിചാരിക്കുക. ആ അലറി കഴിഞ്ഞാൽ തലവേദന ഉള്ള ഒരു മനുഷ്യൻ അലറി കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റേജിൽ അവന്റെ അവസ്ഥ എന്താവും? രേണു ഇരിക്കുന്ന പോലെ ഇരിക്കാൻ പറ്റും. അതുകൊണ്ടാണ് മാത്രമേ ഉള്ളൂ രേണു അല്ല അവിടെ ഉള്ളവരിപ്പോ അങ്ങനെയാണ് പറയണത്. അതായത് രേണു അവിടെ ഒരു ഗ്രൂപ്പിസം പോലെ ഉണ്ട് കേട്ടോ. അപ്പൊ ഗ്രൂപ്പിസം ഉണ്ട്. അപ്പൊ അവര് പറയണെന്ന് വെച്ചാൽ രേണുവിന്റെ അഭിനയമായിരുന്നു. തലവേദനയുള്ളവർ ഇങ്ങനെ സംസാരിക്കില്ല, കിടക്കുന്ന എല്ലാരും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, എല്ലാരും സംസാരിക്കുന്നുണ്ട്. വേറെ സെയിം ടൈം അവരുടെ പ്രോബ്ലം എന്താ വെച്ചാൽ ഷാനവാസിന്റെ തലവേദന ക്യാപ്റ്റൻ മൈൻഡ് ചെയ്തില്ല. രേണുവിന്റെ പുറകെ പോയി. അതെ, ഇതെന്താ പറയാ, ഞാനത് കണ്ട സമയത്ത് തോന്നിയെന്താ വെച്ചാല് ഈ രേണുവിന് പുറത്ത് നടക്കാൻ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അതിനുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ പ്രതി മാറിയെന്നേ ഉള്ളൂ. പ്രതി മാറിയിട്ട് അവിടെ അനി വന്നു. ഒരു പ്രതീക്ഷ ഒരു അനീഷ് ഉറപ്പിക്കല്ല, ഞാൻ വെറുതെ അങ്ങനെ കാര്യമൊക്കെ ഉണ്ടോ. പക്ഷെ എൻ്റെ ഇതിൽ പറഞ്ഞു തന്നേ ഉള്ളൂ. എന്തായാലും റേണുവിനെ സപ്പോർട്ട് ചെയ്യാൻ അനീഷ് മുൻകൈ എടുത്തിറങ്ങി. അത് സത്യം കേട്ടോ, അതില്ലാതെ പറയരുത്. കാരണം വെച്ചാൽ രണ്ടാമത് ഇത് ഈ കണ്ട കോലാഹലം മുഴുവൻ ഉണ്ടായി കഴിഞ്ഞിട്ടും അത് അവന്റെ സ്ട്രാറ്റജി ആയിക്കൂടാ ഇല്ല. മനസ്സിലായോ? അവനെ കണ്ട അങ്ങനെയാണെങ്കിലും അങ്ങനെ പരിപാടികൾ കാണിക്കെങ്കിലും അത്യാവശ്യം കുറച്ച് വില്ലനാണോ എന്നുള്ള ഏകദേശം മനസ്സിലായിട്ടുണ്ട്. അനീഷ് ഭയങ്കര ഗെയിമറാട്ടോ. അനീഷ് ഗെയിമറാണ്. പുറത്തൊക്കെ വേണ്ട, അവനോട് ആവശ്യം. കാരണം കണ്ടന്റിന് വേണ്ടി ആവശ്യം. ചില ആൾക്കാർക്ക് ദഹിക്കില്ല, ആൾക്കാർ ഭ്രാന്ത് പിടിക്കും. എനിക്ക് റിവ്യൂ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അവനെ കാണുമ്പോൾ ശരിക്കും ഭ്രാന്ത് പിടിച്ചു പോയി. നമുക്ക് എനിക്ക് പറഞ്ഞില്ലേ, എനിക്ക് അണ്ടറൊക്കെ കൊടുക്കും. നമ്മളെ കേസിൽ അണ്ടറൊക്കെ കൊടുക്കാനൊക്കെ തോന്നും. കാരണം വെച്ചാൽ സ്വാഭാവികമായിട്ട് അങ്ങനെയാണ്. ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ എന്നൊക്കെ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ സംഭവം എന്താ അറിയോ, നമ്മൾ വളരെ കാര്യപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് മറ്റേ നടത്തം അങ്ങനെ നടക്കുക. എന്താണ് ആ നടത്തം? അവരിങ്ങനെ കൊഞ്ഞാടി ഇരിക്കുമ്പോൾ നീച്ചിട്ട് ആ നടത്തം കാണിക്കാൻ വയ്യ. പക്ഷെ ഷാനവാസ കാണിച്ചു. അത് അവർ പറയുന്നുണ്ട്. ഗെയിം അറിയാം, അതാണ് തോന്നുന്നത്. കാരണം വെച്ചാൽ ഈ അപ്പാണിയും ടീമൊക്കെ അവിടെ ഇരുന്നിട്ട് സംസാരിക്കുന്നുണ്ട് ഇവൻ അതിന് വേണ്ടിയിട്ടുള്ള ഗെയിമാണ്. എന്നാൽ അത് കണ്ട് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് നടക്കാതിരിക്കില്ല. കാരണം വെച്ചാൽ രണ്ടാമത് വീണ്ടും ബിഗ് ബോസിനോട് പോയിട്ട് ഇവൻ ക്യാമറയിൽ മനഃപൂർവ്വം പറഞ്ഞ തന്നെയാവും. കാരണം അല്ലെങ്കിൽ ഇത്രയധികം ക്രൂരന്മാരും ആയിരിക്കില്ല, മനസ്സിലാക്കാത്ത തലയിൽ ചാണാനുള്ള ചങ്ങായിമാരാവില്ലല്ലോ. എന്താ പറയാൻ കാരണം അറിയോ, ഇവൻ രണ്ടാമത് പോയിട്ട് തലവേദന. അപ്പോൾ ആദ്യം ഇതൊക്കെ ചർച്ചയായി ഷാനവാസിന് തലവേദന ഉണ്ട് എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞതിന് ശേഷവും ഇവൻ ബിഗ് ബോസിൻ്റെ ക്യാമറയിൽ പോയിട്ട് റെണുവിന് തലവേദന ഉണ്ട് എന്നുള്ളത് പറയണമെങ്കിൽ അവർ പറഞ്ഞ മാതിരി റെണുവിൻ്റെ ആൾക്കാരെ കൂട്ടുപിടിക്കാനുള്ള സ്ട്രാറ്റജിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്താ തോന്നുന്നു ഇതോ? അത് തോന്നുന്നില്ല. റെണുവിൻ്റെ വോട്ട് കിട്ടി റെണുവിനെ താങ്ങിയിട്ട് അവിടെ കിട്ടണമെന്ന് തോന്നുന്നില്ല. അവന് വേണ്ട എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ കണ്ടന്റ് ഉണ്ടാക്കാനുള്ളൊരു നല്ലൊരു സുവർണാവസരം ഇതിനോട് വീണ് കിട്ടി. ഇവൻ നേരെ ക്യാമറയിൽ നോക്കി പറഞ്ഞു ഇവന് തലവേദന. ഇവന് തലവേദന, സോറി റെണുവിന് തലവേദനയാണ്. ഷാനവാസിന്റെ തലവേദനയുടെ കാര്യം ഇവൻ പറഞ്ഞില്ല. ആ സമയത്ത് ഷാനവാസ് അല്ല ഇടപെട്ടുള്ളൂ. അതുവരെ ചിലപ്പോൾ അയാൾ കേട്ടിട്ടുണ്ടാവില്ല. പക്ഷെ എന്നിട്ടും ഷാനവാസ് അത്യാവശ്യം നല്ല രീതിയിൽ എന്താ പറയുക ക്ഷമയോട് കൂടി തന്നെ സംസാരിക്കുന്നു. പിന്നെ കുറച്ച് അതിൽ ലാസ്റ്റ് ക്ഷമ, അതാണ് ഞാൻ പറയും, ക്ഷമ വിടുന്ന സാധനം എവിടെ അറിയാം. പക്ഷെ നമ്മൾ എന്നിട്ടും വിട്ടിട്ടില്ല. ഞാൻ വിചാരിച്ചു വല്ല പ്രശ്നം ഉണ്ടാക്കുമെന്ന്. എന്നിട്ടും വിട്ടിട്ടില്ല. കാരണം വെച്ചാൽ ഇതാണ് ഒരു കാര്യപ്പെട്ടൊരു മനുഷ്യൻ കാര്യം പറയുമ്പോൾ മുഖത്ത് വെക്കാതെ മൂടും കാട്ടി നടന്നു. ഞാൻ വേറെ പേരെ മൂടും കാട്ടി നടന്നിട്ടുണ്ടെങ്കിൽ ഏതൊരുത്തരം സഹിക്കുക. എനിക്കൊരിക്കലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പറഞ്ഞ കാര്യങ്ങൾ മുഖത്തൊക്കെ പറഞ്ഞു കേട്ട് അതിന് മറുപടി പറയില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവൻ ഡേഞ്ചറസ് ആണ്. മനസ്സിലായി? ഈ അനീഷ് എന്താ അവിടെ നോക്കണോ വെച്ചാലായിട്ട് ഇങ്ങനെ ശ്രദ്ധ പോയിട്ടോ. ലൈവ് പിന്നെ നമ്മൾ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പോൾ എന്താ സംഭവം വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ എനിക്ക് ഭ്രാന്ത് പിടിക്കുന്ന സംബന്ധം വെച്ചാൽ ഒരാൾ കാര്യമായിട്ട് എന്തെങ്കിലും കാര്യം പറയുമ്പോൾ ഇതേമാതിരി തിരിഞ്ഞ് നടക്കണ പോലെ തന്നെ കാര്യം പറയുമ്പോൾ തിരിഞ്ഞങ്ങനെ നടക്കാറ് അത്രയധികം ഭ്രാന്ത് പിടിക്കേണ്ട ആവശ്യമുണ്ടോ? സത്യല്ലേ? അതിന്റെ ലൈവ് എക്സാമ്പിൾ ആണത്. ഞാൻ ഒരു കാര്യം പറഞ്ഞ സമയത്ത് ശ്രദ്ധിച്ചാൽ മതി. നമ്മള് ബിഗ് ബോസിന് അതിനുള്ള എല്ലാ കാര്യം പറയട്ടെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ ഷാനവാസിന് തലവേദന ഉണ്ടെങ്കിൽ ഷാനവാസിന് പറഞ്ഞൂടെ ബിഗ് ബോസിനോട്? അല്ലാണ്ട് ഇത് ഇത്ര പിന്നെ രേണുസുതിക്ക് പറഞ്ഞൂടെ? രേണുസുതിക്ക് ക്യാപ്റ്റൻ എന്നുള്ള നിലയിൽ മൈൻഡ് ചെയ്തത് രേണുവിനെയാണ്. ആ ക്യാപ്റ്റൻ എന്നുള്ള മൈൻഡ് ചെയ്തത് അവന്റെ സ്ട്രാറ്റജി ആയിക്കൂടെ? സ്ട്രാറ്റജി ഇവന്റെ പൊതുവെയുള്ള സ്ട്രാറ്റജി നോക്കി കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും വെറുപ്പിക്കുക, ഒറ്റയടിക്ക് കളിക്കുക എന്നുള്ള
എന്നുള്ള സംഭവമാണ്. അതിന്റെ ഇന്ന് രാവിലെ തന്നെ കണ്ടിട്ടുണ്ടോ എന്തെങ്കിലും പരിപാടി ഇതേമാതിരി മൂലക്കിലും ഉണ്ടാതെ നടന്നു കഴിഞ്ഞാൽ പുറകെ പോയി ആരും ചൊറിയില്ല. ആ റെന ഫാത്തിമ എന്നുള്ള പെൺകുട്ടിയൊക്കെ പോയിട്ട് പിന്നെ ഏതൊന്ന് പോയി ചൊറിഞ്ഞെന്ന് രാവിലെ അതേപോലെ പോയി ചൊറിയില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ചിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇവന് അങ്ങനെ ഉറപ്പിച്ച ആൾക്കാരെ കൊണ്ട് തന്നെ ഇവൻ ചൊറിയിപ്പിച്ചെങ്കിൽ കൊടുക്കുന്ന ഗെയിമാണ്. റിയാസ് എങ്ങനെയായിരുന്നു? ഇഷ്ടപ്പെട്ട ഒരു ഗെയിമറായിരുന്നു. ഈ ടൈപ്പ് അല്ല. ഇതൊക്കെ തോന്നുന്നത് കുറച്ച് കാലം പോലെ ആയിരുന്നു അറിയോ. ഒരു കോമണർ ഉണ്ടായിരുന്നില്ലേ നമ്മുടെ രതീഷ് വെറും വായട്ടളിക്കല വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ല. ഞാൻ ഇത്രയും ഞാൻ ഈ സമയം വരെ അവനെ വിചാരിച്ച് എനിക്കെന്തോ അങ്ങനെ തോന്നി. എനിക്ക് ഇന്നത്തെ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്തോ. എനിക്ക് ഇന്നത്തെ ലൈവ് കണ്ടപ്പോൾ സംശയം തോന്നി എന്ന് വെച്ചാൽ ഇവൻ വെറുതെ അങ്ങനെ ഒരു പഴയ രജിത് സാറിന്റെ സ്ട്രാറ്റജിയോ രജിത് സാറിന്റെ അയാൾ വലിയൊരു സാധനം സെറ്റ് വെച്ച് പോയി വെച്ചിട്ട്. പക്ഷെ രജിത് സാറിന്റെ സ്ട്രാറ്റജി രജിത് സാർ ഉപയോഗിച്ച സ്ട്രാറ്റജി കണ്ടിട്ടുള്ള ഇത്രയും കാലം ബിഗ് ബോസ് സീസണൊക്കെ കണ്ടിട്ട് വന്നിട്ടുള്ള ആൾക്കാർ അത് മനസ്സിലാക്കിയിട്ട് അവരെ കൊണ്ടും ഉണ്ടായിരിക്കാൻ കഴിയുന്നില്ല. അവിടെയാണ് കഴിവ് ഞാൻ പറഞ്ഞത്. പക്ഷെ അതൊക്കെ പഴയ സ്ട്രാറ്റജി. അതൊന്നും ആർക്കും എല്ലാവർക്കും മനസ്സിലാവും. അവർക്ക് മനസ്സിലായോ? അവർക്ക് മനസ്സിലായില്ലേ? അവർക്ക് മനസ്സിലായിച്ചാൽ അവർ ഇത്രയധികം ശബ്ദം ഉണ്ടാക്കുമോ? അവർ സിമ്പിൾ ആയിട്ട് ഓരോടുള്ള കാര്യം പറഞ്ഞിട്ട് പ്രേക്ഷകരോട് കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ഉണ്ടായിരുന്നുണ്ട്. ഓരോ എവിടെ നടന്നോട്ടെ എന്ന് പറഞ്ഞാൽ നടക്കില്ലേ? അവരെന്തിനല്ലേ എല്ലാം കൂടി ഞാൻ വലിയ ബിഗ് ബോക്സ് പറഞ്ഞ സത്യ. ഇവർക്ക് ഇത് മനസ്സിലായ സ്ഥിതിക്ക് എന്തിനാ ഇയാളുടെ നേരെ എല്ലാരും കൂടി ഷാനവാസ് ആവശ്യം അതാണ്. ഷാനവാസ് എന്നോട്ടെ, ഷാനവാസിന്റെ കാര്യം പറഞ്ഞിട്ട് 2 വർത്തമാനം പറഞ്ഞ് ഇറങ്ങിപ്പോരും. എന്റെ നടത്തിട്ടുണ്ടെങ്കിൽ എനിക്കിപ്പോ ഷാനവാസ് ഇപ്പോഴും എന്റെ സംസാരിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞെന്താ വെച്ചാല് നീ അങ്ങനെ പോവല്ലടോ എന്നൊന്നും ആയിരിക്കില്ല ഒരു മഞ്ചേരിക്കാരൻ മഞ്ചേരിക്കാരൻ സംസാരിക്കുക. നീ എന്ത് കോപ്പാണെന്നല്ലോ, എന്ത് തേങ്ങയുടെ ചെങ്ങായി ചോദിക്കുള്ളൂ. സത്യം അങ്ങനെ പറയാം. എന്ത് ഞാൻ എന്റെ മനസ്സിൽ വിചാരിച്ചോടാ ചെങ്ങായിക്കൊന്നും ഉണ്ടായിരിക്കും. ഞാൻ ഇങ്ങനെ പറയാൻ വിചാരിച്ച് ഷാനവാസ് ഇജ്ജോരോടും ഉണ്ടായിരിക്കാൻ പറയും. ഏതാ പോകാനൊക്കെ ചോദിക്കില്ല. നമ്മളെ പുറത്തെ ഭാഷയിൽ സ്വാഭാവിക പ്രാന്ത് എടുത്തിട്ട് ഈ പോണെങ്കിൽ പൊയ്ക്കോന്നൊക്കെയല്ലേ പറയാ അല്ലേ? അതല്ലേ പറയാ. എന്തായാലും പോട്ടെ. അപ്പൊ സംഭവം കളറായി. ഇതാണ് എൻ്റെ ഒരു കണക്ക് പ്രകാരം ഇത് ബിഗ് ബോസ് അല്ലേ? ഇതോ അലർച്ച അല്ലാത്ത പരിപാടികൾ കാര്യങ്ങളല്ല ബിഗ് ബോസ്. സംഗതി രണസുനന്റെ തലവേദന. ഞാൻ ഇന്ന് പല ആൾക്കാരും കമന്റ് വിട്ടു രേണുസുതി അല്ല ബിഗ് ബോസ് കൊണ്ട് മുണ്ടുണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ അതിന്റെ പേര് തന്നെ ഉപയോഗിക്കേണ്ട. ബിഗ് ബോസ് റിവ്യൂ ചെയ്ത് മുന്നോട്ട് പോകാന്ന് വെച്ചാൽ നോമിനേഷൻ എഴുതി വെച്ചിരിക്കുക. നോമിനേഷൻ നമ്മൾ വല്ലതും സംസാരിക്കണം. ഇതോ ഒരുപാട് ഞാൻ ഫുള്ള് കംപ്ലീറ്റ് എഴുതി വെച്ചു കേട്ടോ. കുറെ ആൾക്കാർ പേരൊക്കെ തെറ്റിച്ച് വന്നിട്ട് കൊണ്ടൊക്കെ പല കാര്യങ്ങളൊക്കെ എഴുതി വെച്ചു. ഞാൻ ആദ്യം വെച്ചു ഉപ മാത്രം പേര് തെറ്റിക്കുള്ളൂ വെച്ചാൽ ആരും മാത്രം പേര് തെറ്റിക്കുന്നു അങ്ങനെയൊക്കെ നോക്കി നോക്കുമ്പോൾ എല്ലാവരും തെറ്റിച്ചിരിക്കുന്നു. എന്തായാലും അടിപൊളി. അനീഷ്, ശാരികനി, അനുമോളെ അങ്ങനത്തെ ആയിക്കോട്ടെ, ആരൊക്കെ കൂടി നോമിനേറ്റ് ചെയ്തിട്ടുള്ള സംഭവമുണ്ട്. ഏതായാലും ബിഗ് ബോസിൽ അടിപൊളിയായിട്ടുള്ള ഒരു കോണ്ടന്റ് ഇന്ന് കിട്ടി. സെറ്റ് കണ്ടന്റ് ഇന്ന് രാത്രിത്തെ പ്രമോല് ഇത് കാണിച്ചിട്ടുണ്ടോ? ലൈവാ കണ്ടത്. പക്ഷെ ഇന്നത്തെ ലൈവില് ശരിക്കും എന്നെ പിടിച്ചെത്തി. കാരണം ഞാൻ ഇന്ന് മലപ്പുറത്തുനിന്ന് വരുമ്പോഴേ മലപ്പുറത്ത് മഞ്ചേരിക്ക് വരുമ്പോൾ ഏകദേശം മുട്ടിപ്പാലപ്പൻ്റെ ഷാനവാസിന്റെ വീട് ഇങ്ങനെ എത്താനാകുമ്പോൾ എൻ്റെ വർത്താനോട് അടിയിട്ട് കിടക്കുന്നത്. കാരണം ഞാൻ മലപ്പുറത്ത് നേരെ മഞ്ചേരിക്ക് വരുന്ന സമയത്ത് അപ്പോഴാണ് ഈ സംഗതി കേട്ടിട്ടുള്ളത്. കണ്ടുപിടിക്കുമ്പോൾ കാണാൻ പറ്റില്ലല്ലോ. കേട്ട സമയത്ത് തന്നെ തോന്നി ഇത് കത്തണ കണ്ടന്റാണ്. എന്തായാലും എനിക്ക് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായം തോന്നുന്നത് ഉറപ്പില്ല ഈവൻ അനീഷ് കണ്ടന്റ് ഉണ്ടാക്കി. മരുന്ന് രണ്ടാമത് ചോദിച്ചതും കൂടി. കാരണം ഇത്രയധികം പറഞ്ഞു കഴിഞ്ഞിട്ടും കണ്ടന്റ് ഉണ്ടാക്കി. അത് ശരിക്കും ചൂടായിട്ട് ചാടി കളിക്കണവരും അവർക്ക് നല്ല പെർഫോം ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടിട്ട് മിണ്ടാണ്ടിരിക്കുകയാണ്. സേഫ് ഗെയിമേഴ്സിന് ഇപ്രാവശ്യം മോഹൻലാൽ വെറുതെ ഇരുത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സേഫ് ഗെയിം കളിക്കാതിരിക്കാൻ വേണ്ടിയാണ് പലരും അത് വേറൊരു ടീമോടെന്ന് പറയുന്നുണ്ട്. വേറൊരു ടീം അവിടെ ഇരുന്നിട്ട് എനിക്ക് ആരൊക്കെ പേര് പെട്ടെന്ന് കിട്ടില്ല. ചവിട്ട് കേട്ടെ ആ പെണ്ണൊക്കെയാണത്. ബിന്നിയൊക്കെ തോന്നുന്നുണ്ട്. റെന ഫാത്തിമ, ബിന്നി, ഇവരൊക്കെ പാടെ എല്ലാവരും കൂടി ഇരുന്ന് പറയുന്നത് പറയുന്നുണ്ട്. പ്രേക്ഷകർ പുറത്തുനിന്ന് കാണുന്നത് ജീജായി അവർ കുറ്റം പറയണം. ഇവരെ ഇങ്ങനത്തെ ഇത്രയും മോശപ്പെട്ട ആൾക്കാരാണല്ലോ അനീഷ് എന്നൊക്കെ പറയാണ്. പക്ഷേ ഷാനവാസിനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ പറയുമ്പോഴും നമ്മളെ പറ്റി പറയുന്നത് ഇവർ സേഫ് ഗെയിമേഴ്സ് ഔട്ടോ നമ്മൾ പറയുന്നത് അവർ പറയുന്നത്. അവർക്ക് കുറേ ഗെയിം കണ്ടു പോണവരല്ലേ. എല്ലാവർക്കും എല്ലാം അറിയാം. അതാണ് അപ്പോൾ ബിഗ് ബോസ് കളറായിട്ടുണ്ട് അല്ലേ എന്ന് വിചാരിക്കാം. വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. എന്തോ ഒരു സംഗതി 1-2 പോയിന്റ്സ് ഉണ്ട് നമുക്ക് എഴുതി വയ്ക്കാൻ പറ്റാത്തതുകൊണ്ടേ അടി മുഴുവൻ കണ്ടിട്ട്. എന്തായാലും രേണു സുധിയുടെ തലവേദന ചെറിയൊരു സാധനം ഇട്ട് കൊടുത്തു. അത്യാവശ്യം നല്ല കത്തി എനിക്ക് അങ്ങനെ അലറാൻ പറ്റില്ല കേട്ടോ. എന്തായിക്കോട്ടെ. ഇനി അത് അതിന്റെ ഗെയിം ആണെങ്കിൽ മതിയില്ലേ.
അതും ആയിക്കൂടെ. പ്രേക്ഷകർ തീരുമാനിക്കട്ടെ, വോട്ട് കൊടുക്കുന്നത് തീരുമാനിക്കട്ടെ, നിർത്തണോ വേണ്ടോ എന്നുള്ളതാണ് കണക്ക്. എല്ലാവരും ഒരു ഗെയിം കളിക്കട്ടെ. ഞാൻ എൻ്റെ ഒരു അഭിപ്രായത്തിലുള്ളൂ. വെറുപ്പിക്കലാണെങ്കിലും നാടകം, തലവേദന നാടകം ചിലപ്പോൾ സ്വാഭാവികമായിട്ട് ചിലപ്പോൾ നമുക്ക് കിടന്നുറങ്ങി കഴിഞ്ഞാൽ തോന്നും. നമ്മളൊക്കെ ചിലപ്പോൾ വല്ലാണ്ട് കിടന്നുറങ്ങാൻ ഉറക്കം വരുന്ന സമയത്ത് ഓഫീസിൽ നിന്ന് ഉറക്കം വരുമ്പോൾ എനിക്ക് തലവേദന കഴിയട്ടോ. പക്ഷെ ഇതിലിപ്പോ ഒരു കുറെ ഇത് കണ്ട ഒരാളെന്നുള്ള രീതിയിൽ പറയണേ, ഈ ഗ്രൂപ്പുകളിൽ നിർത്തണമായിരിക്കും അവർക്ക് നല്ലത്. അല്ലെങ്കിൽ ആലേട്ടൻ തന്നെ നിർത്തിക്കും. സത്യം ഈ ഗ്രൂപ്പുകളി അത്ര ശരിയല്ല. ഇനി അവരെന്നെ പരസ്പരം ഈ ഗ്രൂപ്പിൽ നിന്ന് മാറി കളിച്ചാലേ എല്ലാവർക്കും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. യെസ്. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മുടെ അഭിപ്രായം. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ള കമന്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷമുള്ള ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് വരാം. അതുവരെ ബൈ ബൈ. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. ബൈ.